അൻവറിനെ UDF എടുക്കില്ല എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. അദ്ദേഹം വലിയ മോഹമായിട്ട് നടന്നാണ് UDF കടന്നുകൂടാമെന്ന് കരുതി. എന്നാൽ അവസാന നിമിഷം അൻവറിനെ UDF കൈവിട്ടു. തൃണമൂൽ കോൺഗ്രസിൻ്റെ കുപ്പായം ഇട്ടുകൊണ്ട് വരണ്ട എന്ന് UDF. അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അൻവർ LDFിൽ നിന്നും ചാടി DMKയിൽ പോയി. അവിടെ നിന്നും ചാടി UDFിലേക്ക് ചേക്കേറാനായുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയി. തുടർന്ന് തൃണമൂൽ കോൺഗ്രസിലേക്ക് അവരുടെ ആൾക്കാരെ കണ്ട് അതിലേക്ക് കടന്നു. തിരിച്ച് കേരളത്തിൽ വന്നിട്ട് ഇപ്പോൾ ഇലക്ഷൻ്റെ സമയമായപ്പോൾ UDFിലേക്ക് കയറാനുള്ള ഒരു ബദ്ധപ്പാടിലായിരുന്നു അൻവർ. എന്നാൽ UDFുകാർ വരണ്ട എന്ന് അവർ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അൻവറിന് UDFിൽ പ്രവേശനമില്ല എന്നാണ് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ഇപ്പോൾ അൻവർ തയ്യാറെടുക്കുന്നത്. അതിന് അദ്ദേഹം പാർട്ടിയുടെ എല്ലാ പ്രവർത്തകരെയും വിളിച്ചു വരുത്തി അതിൻ്റേതായ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുവാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടായിരുന്നു UDFുകാർ അദ്ദേഹത്തെ സ്വീകരിച്ചത്. ആദ്യമൊക്കെ UDFും പറയുന്ന മുസ്ലിം ലീഗും അയാളെ താഴെ നിർത്താതെ പൊക്കിയെടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തെ താഴെയിട്ടിരിക്കുകയാണ്. അപ്പം അൻവറിന് എന്ത് ചെയ്യണമെന്നറിയാതെ അൻവർ വിഷമിച്ച് നിൽക്കുകയാണ്. ആരുടെയും സപ്പോർട്ടില്ല, ഒരു പാർട്ടിയുടെയും സപ്പോർട്ട് അൻവറിനില്ല. അൻവർ മത്സരിക്കുവാണെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് ഇടതുപക്ഷത്തിൻ്റെ വോട്ടോടുകൂടിയാണ് അന്ന് അൻവർ വിജയിച്ചത്. ഇപ്പോൾ ആരുടെയും വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടുകയും പിന്നെ കുറേ മുസ്ലിം സമുദായക്കാരുടെ വോട്ട് അദ്ദേഹത്തിന് കിട്ടും. പക്ഷെ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ വോട്ട് മറിക്കണം UDF, എന്നാൽ അൻവർ ജയിക്കും. അത്ര